ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മേമാസ് കിച്ചൺ. മുൻ എപ്പിസോഡിൽ ധാരാളം ഗുണങ്ങളുള്ള നെല്ലിക്ക ജ്യൂസ് നമ്മൾ തയ്യാറാക്കിയിരുന്നു. നെല്ലിക്ക കൊണ്ടുള്ള സ്വാദിഷ്ടമായ അച്ചാറാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ നെല്ലിക്കയാണ്. ഇതുപോലെ കഴുകി വൃത്തിയാക്കിയെടുത്ത 1/2 കിലോ നെല്ലിക്ക. പിന്നെ ഇതിന് നമ്മൾ ചേർക്കുന്നത് പച്ചക്കുരുമുളകാണ്. ഇതുപോലെ 10 തിരി പച്ചക്കുരുമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടി, വെളുത്തുള്ളി, 2 കുടം വെളുത്തുള്ളി കുറച്ച് കൂടുതൽ വേണം. ഇതുപോലെ പൊളിച്ചിട്ട് അല്ലി തിരിച്ചെടുത്തിരിക്കുന്നതാണ്. ഇത് മുറിക്കൊന്നും വേണ്ട, ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇടുന്നത്. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി വേണം, കായപ്പൊടി, കറിവേപ്പില, കടുക്, വിനാഗിരി, വെളിച്ചെണ്ണ. നമുക്ക് ആദ്യം ഈ നെല്ലിക്ക നല്ലതുപോലെ പുഴുങ്ങിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഇഡ്ഡലി പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം നിറച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ തട്ട് വെച്ചിട്ട് നെല്ലിക്ക ഇതിലേക്ക് പെറുക്കിയിടാം. ഇത് സോഫ്റ്റ് ആകുന്നതിന് വേണ്ടി ഇത് നമുക്ക് വേവിച്ചെടുക്കണം. നമുക്കിത് അടുപ്പേ വെച്ച് നല്ലതുപോലെ വേവിക്കാം. ഇപ്പം നെല്ലിക്ക വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കുരു കളഞ്ഞെടുക്കാം. ഇപ്പം നമ്മൾ നെല്ലിക്കയുടെ കുരു കളഞ്ഞ് ഇതുപോലെ വിടിയിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പേ വെച്ച് താളിക്കാം. നമ്മൾ ചട്ടി അടുപ്പേ വെച്ച് ഇനി നമ്മൾ എണ്ണ ഒഴിക്കുകയാണ് ഇതിലോട്ട്. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുക്കും. എണ്ണ ചൂടായിട്ടുണ്ട്, നമ്മൾ കടുക് ഇതിലേക്ക് ഇടുവാണ്. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ വെളുത്തുള്ളിയാണ് ആദ്യം ഇടുന്നത്. 2 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ അല്ലി തിരിച്ച് വെച്ചിരിക്കുന്നതാണ്. മുറിക്കൊന്നും വേണ്ട, വെറുതെ പൊളിച്ച് ഇട്ടാൽ മതി. ഒന്ന് വാട്ടിയെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഇതിലേക്ക് പച്ചക്കുരുമുളക് ഇതുപോലെ പറിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് നമ്മൾ കഴുകി വൃത്തിയാക്കിയ പച്ചക്കുരുമുളക് 10 തിരി ഞാൻ എടുത്തിട്ടുണ്ട്. അത് അത്രയും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അതും ഒന്ന് നമുക്ക് വാടി കിട്ടണം. ഇപ്പോൾ വെളുത്തുള്ളിയും കുരുമുളകൊക്കെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മുളക് പൊടി ഇടാം. ഇതിലോട്ട് നമ്മൾ 4 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 ടീസ്പൂൺ കായപ്പൊടി. ഇതെല്ലാം നമുക്ക് നല്ലതുപോലെ ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒത്തിരി വെള്ളം വേണ്ട, കുറച്ച് വെള്ളം ഒഴിക്കണം. തിളപ്പിച്ചാറിയ വെള്ളമാണ് എടുത്തേക്കണത്, അത് ഒഴിക്കണം. ഇനി നമ്മൾ നെല്ലിക്ക ഇടുന്നതിന് മുമ്പേ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യും. നെല്ലിക്ക നല്ലതുപോലെ വെന്തതാണ്, അത് കാരണം നെല്ലിക്ക ഇട്ടിട്ട് നമുക്ക് ഇളക്കി കൂട്ടിയാൽ മതി. അത് കാരണം ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. നമ്മൾ ഇതിലോട്ട് ഇതുപോലെ കുരു കളഞ്ഞ് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. നമുക്കിനി ഇളക്കി കൂട്ടാം. ഇനി നമ്മൾ ഇതിലോട്ട് ഉപ്പിടണം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. എല്ലാം കൂടി മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നെല്ലിക്ക നല്ലതുപോലെ അച്ചാർ തണുത്ത് കഴിയുമ്പം അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ച് ഇളക്കി എടുക്കണം.
ഇപ്പോൾ നമ്മുടെ നെല്ലിക്ക അച്ചാർ റെഡിയായി കഴിഞ്ഞു. നമ്മൾ നെല്ലിക്ക അച്ചാർ നമ്മൾ പാത്രത്തിൽ കുപ്പിയിൽ സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെല്ലെണ്ണയും കൂടി ഒഴിക്കുകയാണെങ്കിൽ അത് കേടാകാതെ നമുക്ക് ഒത്തിരി നാൾ ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.